فريضة فيما سوى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ നീണ്ടൊരു ഹദീസ്, ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസത്തിൽ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, നന്മയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ, കമൻ അദ്ദാ ഫരീദത്തൻ ഫീമാ സിവാ, മറ്റ് മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതിന്റെ സമാനമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒതുവെടുത്ത് ഇങ്ങോട്ട് കയറുകയാണ്. ഇങ്ങോട്ട് കയറുന്ന സമയത്ത് വുദൂഇന്റെ ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. വുദൂ എടുത്തു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അതോടുകൂടെ തന്നെ തഹിയ്യത്ത്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ നാം ഒരു മുഖ്യമന്ത്രിനെയോ മറ്റോ കാണാൻ പോകുമ്പോ ഒരു കാഴ്ച വസ്തു നമ്മൾ അങ്ങോട്ട് കൊടുക്കും, അതിനാ ഒരു സന്തോഷം നൽകാൻ. അതേപോലെ പള്ളിയിലേക്ക് കയറുമ്പോ ഒരു തഹിയ്യത്തുണ്ട്. ആ തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് വിശുദ്ധമായ റമദാനിലാകുമ്പോൾ ആ തഹിയ്യത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കലോടുകൂടെ ഒരു ഫർദിന്റെ കൂലി അല്ലാഹു അവർക്ക് നൽകും. ഒരു ഫർദായ കർമ്മം ഒരാൾ പ്രവർത്തിച്ചാലോ അവർക്ക് 70 ഫർദിന്റെ പ്രതിഫലമാണ് വിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹു തആല ഓഫർ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വുദൂഇന്റെയും തഹിയ്യത്തിന്റെയും സുന്നത്ത് നമ്മൾ നിസ്കരിച്ച് പിന്നെ സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്ത് 6 റക്അത്ത് നിസ്കാരം. എന്നാൽ അതിൽ 6 റക്അത്ത് നിസ്കരിക്കുന്നതിന് പകരം 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ 6ന്റെയും പ്രതിഫലം ലഭിക്കാം. എങ്ങനെയാണത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യലോടുകൂടെ വുദൂഇന്റെയും തഹിയ്യത്തിന്റെയും നിസ്കാരം കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ 2 റക്അത്തിൽ 6 റക്അത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതോ വിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് അവർക്ക് ഒരു ഫർദിന്റെ പ്രതിഫലം, 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 2 ഫർദിന്റെ പ്രതിഫലം. വിശുദ്ധമായ റമദാനിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് അവൻ ഈ തഹിയ്യത്തിനെയും വുദൂഇന്റെ സുന്നത്തിനെയും കൂടി കരുതിയാൽ 6 ഫർദിന്റെ പ്രതിഫലം അവൻ അറിയാതെ അവന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. അതാണ് വിശുദ്ധ റമദാനിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്കാരമാണ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എന്താണ് മുത്തനബി തങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞത്? പരിശുദ്ധരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളതിനേക്കാളും ഏറ്റവും വലിയ നന്മ അവനിക്ക് അല്ലാഹു നൽകുന്നു. അപ്പൊ സുബ്ഹിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ടോ സുന്നത്തിന് എന്ന് കരുതി പോകും. അത്രമാത്രം പ്രതിഫലമാണ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം. ദുനിയാവും അതിലുള്ളതും പിന്നെ അതിനപ്പുറം എന്താണ്? വേറൊന്നുമില്ലല്ലോ. അത്രയും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു സുന്നത്ത് നിസ്കാരത്തെ നാം പലപ്പോഴും നിസ്സാരമായി കളയുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ ഒരു നിയ്യത്ത് നാം എടുക്കുക, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ ഒഴിവാക്കുകയില്ല. അതോടുകൂടെ തന്നെ ഈ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹിയ്യത്തിനെയും വുദൂഇന്റെ സുന്നത്തിനെയും കൂടി കരുതിയാൽ അവർക്ക് 6 റക്അത്ത് ഫർദിന്റെ കൂലി ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ നാം ഈ കാര്യം ഒരു ജാഗ്രത പുലർത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും തലപ്പാവ് ധരിച്ചു, തൊപ്പിയോ ടവലോ എന്തെങ്കിലുമൊക്കെ ധരിച്ച് നിസ്കരിക്കുന്നു. സാധാരണഗതിയിൽ നാം ഒരു ജമാഅത്തായി തൊപ്പി ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ തലമറച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു റക്അത്തിന് 70 റക്അത്തിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. ഒരു റക്അത്ത് തലപ്പാവ് ധരിച്ചുകൊണ്ട് തലമറച്ചുകൊണ്ട് തൊപ്പിയോ ടവലോ ഉണ്ടോ എന്തായാലും തരക്കേടില്ല, തല മറച്ചുകൊണ്ട് ഒരു റക്അത്ത് നിസ്കരിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത് 70 റക്അത്തിന്റെ പ്രതിഫലമാണ്. അപ്പോൾ സുബ്ഹി 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ 70 × 70 140 പ്രതിഫലം അവൻ അറിയാതെ ലഭിക്കുന്നു.
കാരണം നമ്മള് അധികം ആളുകൾക്കും അതറിയില്ല. അപ്പൊ അത് ഈ പ്രതിഫലം കൂടി അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോ അതിന് കുറച്ചുകൂടി വാല്യൂ കൂടും. അതങ്ങനെയാണല്ലോ. ഒരു വിഷയം ഒരു സുവർണാവസരമാണ്. ഓരോ വിഷയങ്ങളും അതിന്റെ മഹത്വം അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. 2 റക്അത്ത് സുബ്ഹി നിസ്കരിക്കുമ്പോ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ 140 റക്അത്തിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നു, മറ്റുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു. ഇതിനൊക്കെ നാം തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അത്രയോ പ്രതിഫലം. അത് റമദാനിലാകുമ്പോയോ 70 റക്അത്ത് സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നത് റമദാനിലാകുമ്പോൾ 70 ഫർദിന്റെ പ്രതിഫലമായി. അപ്പൊ 140 ഫർദിന്റെ പ്രതിഫലം അവൻ അറിയാതെ അവന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. തൊപ്പി തിരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ തലമറച്ചതുകൊണ്ട്, തലപ്പാവ് ധരിച്ചതുകൊണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ദാരിമി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم.